ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. നമ്മൾ ദുബായിൽ ഒരു ചിൽഡ്രൻസ് പാർക്കിൽ പോയിട്ടോ. ചിൽഡ്രനൊക്കെ വളരെ കുറവായിരുന്നെങ്കിലും നമ്മൾ പാർക്കിൽ പോയതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡോൾഫിനേറിയം എന്ന് പറഞ്ഞൊരു ഡോൾഫിൻ ഷോ ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയത്. ഈദിൻ്റെ സമയം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ടിക്കറ്റ് കിട്ടുന്ന കാര്യവും നാളെ ഇനി എങ്ങനെ കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് അവിടെ എൻക്വയറീസ് ഒക്കെ നടത്തി ടിക്കറ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു കേട്ടോ. നമ്മൾ പലപ്പോഴും ബോട്ടിലിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന സാൻഡ് ആർട്ട് ഉണ്ടല്ലോ, പല കളറിലുള്ള സാൻഡ്, അത് ഇങ്ങനെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, അത് ലൈവായിട്ട് ഇവിടെ ഒരു ചേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പം പല മിനിറ്റും സെക്കൻഡ്സും ഒക്കെ മാറുന്നതനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കും, എന്തോരമായി വർക്കുകൾ കാര്യങ്ങളെല്ലാം കാണും. അങ്ങനെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടോ. ഇതൊക്കെ വലിയ ആനക്കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുതരാനായിട്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഞാനിങ്ങനെ എങ്ങനെയാണ് ഈ പല കളേഴ്സ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്, നല്ല മനോഹരമായിട്ട് ഷെയ്ഡ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആണ് ശ്രദ്ധിച്ചത്, നമ്മുടെ ചെറിയ പെൻസിൽ പോലെ ഒരു റീഫില്ലർ പോലൊരു സാധനം ഉണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ പല ഇതുണ്ട്, ചെറിയ നിബുള്ളതുണ്ട്, വലുതുണ്ട്. അങ്ങനെ അതിലിങ്ങനെ അവർ സാൻഡ് ഫില്ല് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ആർട്ട് അവർ ചെയ്യുന്നത്. ബോട്ടിലിൻ്റെ അകത്ത് അതേ ഒരു പൊസിഷനിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരുന്ന. അപ്പോൾ ഒരേ ലിഡ് തന്നെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടത്തില്ല. പല പല ലിഡുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ പല ഷേപ്പിലുള്ള പെൻസിൽസും അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പേരിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേര് വെച്ച് തന്നെ അവർ എഴുതി തരും. പിന്നെ വേറൊരു കാര്യം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തപ്പം ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ, ചില ബോട്ടിൽസിലൊക്കെ ഓൾറെഡി ഒരു പെയിൻറ്റിങ് അവർ കൊടുത്തിട്ടുണ്ട്. ആ പെയിൻറ്റിങ് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് സാൻഡ് ആർട്ട് ചെയ്തേക്കുന്നത്. അപ്പം മൈന്യൂട്ടായിട്ടുള്ള തെങ്ങിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് ഇതെങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടി ആ ബ്ലാക്ക് സാൻഡ് കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ കൺഫ്യൂഷൻ അടിക്കണ്ട. അത് ഇവിടെ കണ്ടിരിക്കുന്നതിൽ എന്തായാലും ഇത് അവർ ഓൾറെഡി പെയിൻറ്റഡ് ആയിരുന്നു കേട്ടോ. നൈസ് വർക്ക്. ഇവിടെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം വെയിറ്റ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴാണ് ശരിക്കും ഞാനൊരു കാര്യം ആലോചിച്ചത്, ഒരു മരുഭൂമിയിലുള്ള പാർക്കാണല്ലോ, എത്ര മനോഹരമായിട്ടാണ് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് പുല്ലൊക്കെ പിടിപ്പിച്ച് വളരെ രസമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എത്ര കുട്ടികളാണെന്നറിയോ ഇവിടെ കളിക്കാനും ബോളൊക്കെ ആയിട്ട് വരുന്നു. അതുപോലെ ഇവിടെ ചില ആൾക്കാർ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസുമായിട്ട് വരുന്നു. കുട്ടികൾക്ക് റൈഡിനായിട്ട് ചെറിയ വണ്ടികളുണ്ട്. അങ്ങനെ എത്ര രസമായിട്ടാണ് അവർ ഈ സിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും അത്ഭുതം വന്നു പോവും. ഇനി ഡോൾഫിനേറിയത്തിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.